ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യഥാർത്ഥമായ ജീവിതം തുടങ്ങുന്നത് മരണത്തോടു കൂടിയാണ്. അവരെല്ലാം ഇന്ന് യഥാർത്ഥമായ ജീവിതം തുടങ്ങി അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാമും ഒരു ദിവസം അല്ലാഹു തആല നമുക്ക് കണക്കാക്കി ആയുസ് എത്തിയാല് അന്ന് മരിക്കും. ആ മരണത്തിനിടയിൽ ഇനി എത്ര റമദാനുകൾ സ്വീകരിക്കാനും വരവേൽക്കാനും നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. കാരണം നമ്മുടെ ഈ ഒരു കൊറോണയ്ക്ക് ശേഷം നമുക്കറിയാം ഒരുപാട് യുവാക്കൾ 40-ഉം 45-ഉം അതിൽ കുറവും പ്രായമുള്ള ഒരുപാട് യുവാക്കളുടെ മരണം. നമ്മൾ കാരണങ്ങൾ പലതും പറയും, വാക്സിൻ എടുത്തതാണെന്നും അതുപോലെ തന്നെ പല കാരണങ്ങളും പറയും. പക്ഷെ അല്ലാഹു തആല കണക്കാക്കിയ ആയുസ് എന്നാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലങ്ങൾ ജീവിച്ചവരാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രബോധനം ചെയ്തിട്ടുണ്ട് എന്നാണ്. 950 വർഷം. അങ്ങനെ മുൻഗാമികളായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പ്രവാചകന്മാരായാലും അല്ലാത്തവരായാലും വലിയ ജീവിതം നയിച്ചവരാണ്. അത് കുറഞ്ഞു വരികയാണ്. നമ്മുടെ കുറച്ച് മുമ്പഗാമികളാണെങ്കിൽ തന്നെ 100 വയസ്സ് വരെ ജീവിക്കുന്ന ആൾക്കാർ നമുക്ക് കാണാം. ഒരുപാട് 100 വയസ്സ് കഴിഞ്ഞവരെ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാം. ഇന്ന് പള്ളികളിലും നമ്മുടെ വീടുകളിലുമെല്ലാം പ്രായമുള്ള ആൾക്കാർ വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ മരണം വളരെ പെട്ടെന്നാണ് എല്ലാവരുടെയും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്നാണ്. അതിനർത്ഥം അതിന് കൂടുതൽ ജീവിക്കുകയില്ല, അതിന് മുമ്പ് മരിക്കുകയില്ല എന്നല്ല. അപ്പൊ അതിനിടയിൽ അൽഹംദുലില്ലാഹ് ഒരു റമദാൻ എന്ന് പറയുമ്പോൾ ഒരുപാട് വിശദീകരണത്തിലേക്ക് പോകണം. ഇന്ന് അതിലേക്കൊന്നും പോകുന്നില്ല. ആരോഗ്യപരമായ ഒരുപാട് വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജാസിൽ മലപ്പാടി ഡോക്ടർ അവറുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നൽകുന്നുണ്ട്. സാധാരണ പള്ളികളിൽ നടക്കാറുള്ള വയലുകളും വൃത്തികളും അത് നല്ല വ്യത്യസ്തമായിക്കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ നോമ്പിന് ഭക്ഷണം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഉറക്ക് എന്തെല്ലാം നമുക്ക് റമദാന് കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി ലഭിക്കും. ആ കൂലി ലഭിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ശരീരത്തിന് ഭൗതികമായ ഒരുപാട് ആരോഗ്യപരമായ കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് അത് ഒഴിവായി പോകാൻ പാടില്ല. അതുകൊണ്ട് ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങളും നമ്മുടെ ഉറക്കവും നമ്മുടെ ജീവിതത്തിലുള്ള ചിട്ടകളും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഡോക്ടറുടെ ക്ലാസ്സിൽ നമുക്ക് വിശദീകരിച്ച് ലഭിക്കുമെന്ന് ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കാം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.